രാജ്യത്ത് ഒരിക്കലും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ സാധ്യതയില്ലാത്ത സംസ്ഥാനം ഏതാണ്? കണ്ണുമടച്ചുകൊണ്ട് ഉത്തരം പറയാൻ കഴിയും, അത് കേരളമാണ്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ രണ്ട് മുന്നണികൾ, അതായത് LDFും UDFും നേർക്കുനേർ മത്സരിക്കുന്നു. LDFിന് നേതൃത്വം നൽകുന്നത് CPMും UDFിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസും. രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ്. LDFിനും UDFിനും പുറമെ മറ്റൊരു മുന്നണിയായ NDA നയിക്കുന്നത് BJPയും. എന്നാൽ ഇന്ത്യ മുന്നണി കേരളത്തിൽ ശക്തമല്ല. ഇവിടെ പരസ്പരം മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. BJP ഉൾപ്പെടുന്ന മുന്നണി ഇതിനിടയിൽ വലിയ പ്രസക്തിയില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാൻ കഴിയും, ഈ അടുത്ത കാലത്തൊന്നും സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി ഒരുമിച്ച് അധികാരത്തിലെത്താൻ പോകുന്നില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ച് ഇനിയും BJP കേരളത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം വ്യക്തിപരമായ വോട്ടുകൾ കൂടി വിധി നിർണ്ണയിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ BJP ചില വെള്ളി വെളിച്ചങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പാലക്കാട് നഗരസഭ നോക്കിയാൽ അവിടെ ഭരിക്കുന്നത് BJPയാണ്. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിലും ഏകദേശം അതുതന്നെയാണ് സ്ഥിതി. പല പഞ്ചായത്തുകളും BJPയുടെ കൈകളിലുണ്ട്. പ്രാദേശികമായി ശക്തമായ സാന്നിധ്യം അറിയിക്കുമ്പോഴും സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ ജനങ്ങൾ അവരെ മാറ്റി നിർത്താറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ മുന്നണി കേരളത്തിൽ ഒരിക്കലും അധികാരത്തിലെത്തില്ലെന്ന്. പക്ഷേ അക്കാര്യത്തിലൊരു ചെറിയ തിരുത്തുണ്ട്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് അധികാരത്തിലെത്തില്ല എന്ന കാര്യം ഉറപ്പാണെങ്കിലും പ്രാദേശികപരമായി ചിലപ്പോൾ അത് വേണ്ടിവരും. അതായത് പ്രാദേശികപരമായി BJP ശക്തി ആർജിച്ചു നിൽക്കുന്ന ഇടങ്ങളിൽ അവർക്കെതിരെ ഇടതുപക്ഷവും ഐക്യമുന്നണിയും ഇന്ത്യ സഖ്യമായി തന്നെ മത്സരിക്കേണ്ടി വരും. അത്തരത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മുതാക്കൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും BJPക്ക് ഇതുവരെ ഈ പഞ്ചായത്ത് ഭരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇന്ത്യ സഖ്യമാണ്. കോൺഗ്രസും CPMും CPIയും ചേർന്ന് BJPയെ പടിക്ക് പുറത്തു നിർത്തുന്ന കാഴ്ചകളാണ് മുതാക്കലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ BJP വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പഞ്ചായത്തിലെ 20 വാർഡുകളിൽ BJP 7 വാർഡുകൾ സ്വന്തമാക്കുകയായിരുന്നു. കോൺഗ്രസിന് 5 വാർഡുകൾ ലഭിച്ചു. CPMന് 4ഉം CPIക്ക് 2ഉം സ്വതന്ത്രർക്ക് 2ഉം എന്ന നിലയിലാണ് മുതാക്കൽ പഞ്ചായത്തിലെ കക്ഷിനില. സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJPയായി മാറി. എന്നാൽ തുടക്കത്തിൽ തന്നെ BJPക്ക് അടിതെറ്റി. CPM 2 CPI മെമ്പർമാരുടെയും 2 സ്വതന്ത്രരുടെയും പിന്തുണയോടെ പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിക്കുകയായിരുന്നു. CPM പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുത്തു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. ഏകദേശം 2.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉയരുന്നത്. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അഴിമതി ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യവുമായി അവർ രംഗത്തെത്തുകയുമായിരുന്നു. എന്നാൽ രാജിവെക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് A. ചന്ദ്രബാബുവും CPMും ഉറച്ചുനിന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഈ അവിശ്വാസ പ്രമേയത്തെ 2 CPI മെമ്പർമാരിൽ ഒരാളായ പള്ളിയറ ശശിയും സ്വതന്ത്ര അംഗം ശ്രീജയും പിന്തുണച്ചു. CPI അംഗം പള്ളിയറ ശശി കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചതിന് കാരണമുണ്ട്. 2 സ്വതന്ത്ര അംഗങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് ആദ്യം മുതൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. 2.5 വർഷം കഴിയുമ്പോൾ CPIക്ക് പ്രസിഡന്റ് പദവി കൈമാറണം എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാണ് പള്ളിയറ ശശി പറയുന്നത്. അതിനു പ്രകാരം പള്ളിയറ ശശി കൂടി ഇടപെട്ട് സ്വതന്ത്ര അംഗങ്ങളിൽ ഒരാളായ ശ്രീജയുടെ പിന്തുണ UDFിന് വാങ്ങി നൽകുകയായിരുന്നു. എന്നാൽ 2.5 വർഷം കഴിഞ്ഞിട്ടും പ്രസിഡന്റ് സ്ഥാനം ശശിയുടെ പക്കലെത്തിയില്ല. അതിനെ തുടർന്നാണ് ശശി കോൺഗ്രസ് നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെച്ചത്, ഒരു പ്രതിഷേധമെന്ന നിലയിൽ. കൂടെ സ്വതന്ത്ര അംഗം ശ്രീജയും ഒപ്പുവെച്ചു. ഇതിനിടെയാണ് BJP പുതിയ കളികളുമായി രംഗത്തെത്തിയത്. അംഗബലത്തിൽ ഭൂരിപക്ഷമുള്ള BJPയും അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. സ്വാഭാവികമായും അവിശ്വാസം പാസ്സായി. മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി ഉടലെടുത്തു. ഇതിനിടെ സംഭവത്തിലൊരു വലിയ ട്വിസ്റ്റ് നടന്നു. നേരത്തെ LDFിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന സ്വതന്ത്ര അംഗമായ ശ്രീജ കാലുമാറി BJPക്കൊപ്പം ചേർന്നു. നേരത്തെ LDFിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർ വൈസ് പ്രസിഡന്റായിരുന്നു. അവിശ്വാസം പാസ്സായി BJP ഭരണസമിതി നിലവിൽ വരികയാണെങ്കിൽ പ്രസിഡന്റ് ആക്കാം എന്ന് ശ്രീജയ്ക്ക് BJP വാഗ്ദാനം നൽകിയിരുന്നു.
അതുകൊണ്ട് തന്നെ BJP പിന്തുണയ്ക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. LDFനെ പിന്തുണച്ചിരുന്ന 2 സ്വതന്ത്ര അംഗങ്ങളിൽ ഒരാൾ BJP പക്ഷത്തേക്ക് മാറിയതോടെ ഭരണസമിതി വീഴുമെന്ന് ഉറപ്പായി. മാത്രമല്ല BJP നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി എത്താനുള്ള സാഹചര്യവും ഒരുങ്ങി. ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ കൂടി 8 അംഗങ്ങളുടെ ഭൂരിപക്ഷം BJPക്കായി കഴിഞ്ഞു. കോൺഗ്രസിന് 5 അംഗങ്ങൾ മാത്രമേയുള്ളൂ. CPMനും CPIക്കും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര അംഗത്തെയും കൂട്ടി ഇടതുപക്ഷത്തിന് 7 സീറ്റുകളുമുണ്ട്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായും BJP വിജയിക്കും. തിരുവനന്തപുരം ജില്ലയിലെ മുദാക്കൽ ഗ്രാമപഞ്ചായത്തിൽ BJP നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വരും. ഭരണസമിതി രൂപീകരിക്കാനുള്ള ഒരുക്കങ്ങളുമായി BJP തയ്യാറാവുകയും ചെയ്തു. മുഖ്യ ശത്രുക്കളായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെയും CPMനെയും മറിച്ചിട്ട് ഭരണം പിടിക്കുന്നതിന്റെ ത്രില്ലിൽ മുദാക്കലിലെ BJP നേതാക്കൾ ആ രാത്രി സുഖമായി ഉറങ്ങുകയും ചെയ്തു. BJPയിലെ ചേട്ടന്മാർ സ്വപ്നം കണ്ടുറങ്ങുന്ന സമയത്ത് തിരുവനന്തപുരം DCC ഓഫീസിൽ പിറ്റേ ദിവസത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി MJ ആനന്ദിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പഞ്ചായത്ത് ഭരണം BJPയിലേക്ക് പോകുന്നത് ഏതു വിധേനയും തടയണമെന്നുള്ള അഭിപ്രായമാണ് കൂടുതലും ഉയർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആദ്യം അവിശ്വാസം കൊണ്ടുവന്നത് കോൺഗ്രസാണ്. കോൺഗ്രസിന്റെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം മാറിയാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനിടയിൽ മറ്റൊരു അവിശ്വാസം കൊണ്ടുവന്ന BJP LDF ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. നിലവിലെ ഭരണസമിതിയെ താഴെയിറക്കി BJPക്ക് അധികാരത്തിലേറാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിയെടുക്കുകയും ചെയ്തു. ഇതിനെ എന്തു വില കൊടുത്തും തടയണമെന്ന നിലപാടിലായിരുന്നു DCC ജനറൽ സെക്രട്ടറി MJ ആനന്ദ്. അദ്ദേഹം കോൺഗ്രസിന്റെ മുദാക്കൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിത്തുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും അനുകൂലമായ മറുപടി തന്നെയാണ് ലഭിച്ചത്. BJP അധികാരത്തിൽ വരുന്നതിനെ ഏതു വിധേനയും ചെറുക്കണമെന്ന മറുപടി. പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. DCC പ്രസിഡന്റുമായും ഉന്നത നേതാക്കളുമായും ബന്ധപ്പെട്ട MJ ആനന്ദ് ഒടുവിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തീരുമാനം നേടിയെടുത്തു. മുദാക്കൽ ഗ്രാമപഞ്ചായത്തിൽ LDFനെ കോൺഗ്രസ് പിന്തുണയ്ക്കുക. തീരുമാനം ഉടൻ തന്നെ ആനന്ദ് മുദാക്കൽ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകി. അങ്ങനെ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയ സാഹചര്യം നിലവിൽ വന്നു. പിറ്റേന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും സ്വപ്നം കണ്ട് പഞ്ചായത്ത് ഓഫീസിലെത്തിയ BJP മെമ്പർമാർ ഒന്നടങ്കം ഞെട്ടി. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്നവർ മുൻകൂട്ടി കണ്ട കാര്യം നടന്നിരിക്കുന്നു. UDFന്റെ പിന്തുണയോടെ LDF വീണ്ടും മുദാക്കൽ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സ്വപ്നം കണ്ട BJP മെമ്പർമാർക്ക് ഇക്കാര്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ അവർക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: CPMും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ ബന്ധം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കാണുന്ന പോലെ അവർക്ക് കേരളത്തിൽ ഒരു മുന്നണിയായി നിന്നുകൂടെ? എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇത്തരത്തിലുള്ള കുറേയേറെ പ്രചരണങ്ങളും മുദാക്കലിലെ BJPയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷെ അതിലൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ഉത്തരേന്ത്യയിലെ പോലെ MLAമാരെ കോടികൾ കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഭരണം മറിച്ചിടാൻ ഇത് കേരളമാണ് എന്ന മറുപടി മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് നാളായെങ്കിലും കുറേ പേർ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അവസാന നിമിഷം കോൺഗ്രസ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന ചോദ്യം ഞാൻ ഒരിക്കൽ DCC ജനറൽ സെക്രട്ടറി MJ ആനന്ദിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരം അത് സിമ്പിളാണ്: BJP അധികാരത്തിൽ വരരുത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ BJP എന്ന പാർട്ടിയെ എതിർക്കുക തന്നെ വേണം. അതുകൊണ്ട് മാത്രമാണ് മുദാക്കൽ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന് അവിടുത്തെ കോൺഗ്രസ് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചില്ല എങ്കിൽ ഉറപ്പായും പിറ്റേ ദിവസം BJP നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വരും. BJP പ്രസിഡന്റ് നിലവിൽ വരും. മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു. അത് ജനാധിപത്യ ബോധമുള്ള ഓരോ പൗരൻ്റെയും ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് MJ ആനന്ദ് അന്ന് പറഞ്ഞത്. എന്തായാലും BJP കൈക്കുള്ളിൽ ഒതുക്കിയ പഞ്ചായത്ത് ഭരണത്തെ അട്ടിമറിയിലൂടെ തിരിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസും തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി MJ ആനന്ദും. CPMും കോൺഗ്രസും തമ്മിൽ രാഷ്ട്രീയ ശത്രുക്കളാണ്. എന്നാൽ അവർക്കിടയിൽ പൊതുവായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്, പ്രത്യേകിച്ചും BJP വിരുദ്ധത. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഈ സംഭവത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ പിന്തുണച്ചതെന്നും ആനന്ദ് പറയുന്നു. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മറ്റു പാർട്ടികളിലെ MLAമാരെ പണം കൊടുത്തു വാങ്ങി BJPയാക്കി ഭരണം പിടിച്ചെടുക്കുന്ന ഒരു പരിപാടി BJP വച്ച് നടത്തുന്നുണ്ട്. പലപ്പോഴും എതിർ പാർട്ടികൾ അവിടെ കാഴ്ചക്കാർ മാത്രമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം തീരെ വ്യത്യസ്തമാണ് കേരളം എന്നുള്ള കാര്യം മറ്റാരെക്കാൾ നന്നായി BJPക്കാർക്കറിയാം. അതിനുദാഹരണമാണ് കൈവെള്ളയിൽ കിട്ടിയ ഭരണം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മറ്റുള്ളവർ കൊണ്ടുപോയത്.